ഒരു ചോദ്യം ജയറാമേട്ടനോട് എന്താന്ന് വെച്ചാൽ, ജയറാമേട്ടൻ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ജയറാമേട്ടൻ്റെ ഒരു അംശം ആ കഥാപാത്രങ്ങളിൽ എല്ലാത്തിലും ഉണ്ട്. അത് നർമ്മത്തിലാണെങ്കിലും കെയറിങ്ങിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും റൊമാൻസിലാണെങ്കിലും എല്ലാത്തിലും ജയറാമേട്ടൻ്റെ ഒരു അംശം ആ ക്യാരക്ടറിൽ ഉണ്ടാവും. എനിക്കറിയേണ്ടത്, ജയറാമേട്ടൻ ഈ സിനിമകൾ ചെയ്തതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇത് മുഴുവനായിട്ടും ഞാനാണ്, ഈ കഥാപാത്രം മുഴുവൻ ഇത് ഞാൻ തന്നെയാണ്, ഇതിലൊരു സീനിൽ പോലും ഞാൻ അല്ലാണ്ടാവുന്നില്ല, ഇത് തന്നെയാണ് എൻ്റെ ക്യാരക്ടർ എന്ന് തോന്നിയ കഥാപാത്രം ഏതാണെന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ തൂവൽ കൊട്ടാരം എന്നൊരു സിനിമയായിരിക്കും. കാരണം അത് പറയാൻ കാരണം, ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അനൗൺസ്മെൻറ്റിന് പോകുമായിരുന്നു, ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലിക്ക് പോകുമായിരുന്നു, ആ സമയത്ത് തന്നെ മിമിക്രിക്ക് പോകുമായിരുന്നു, ആ സമയത്ത് തന്നെ നാടകത്തിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് ജോലികൾ എല്ലാം ഞാൻ ചെയ്യാൻ പോയിരുന്നു. അതിനകത്ത് അങ്ങനെയാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, പക്ഷേ ചെണ്ട കൊട്ടാൻ പോവും, വയറിങ്ങിൻ്റെ പണിയുണ്ടെങ്കിൽ അതിന് പോവും, ദഹനത്തിന് പോവും, ഒരു എക്സ്ട്രാ 100 രൂപ കിട്ടുകയാണെങ്കിൽ പാചകക്കാരനായിട്ട് പോവും. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ട് അത് എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇനി അടുത്തൊരു വീഡിയോ പിന്നിലാവിൻ എന്നൊരു പാട്ടില്ലേ, ആ പാട്ടാണ് ഫസ്റ്റ് ക്യാമറ വെച്ചെടുക്കുന്നത്. ഞാനൊരു ഹാർമോണിയ പെട്ടി കേട്ട പാട്ട് പാടില്ലേ നാടകത്തിന്റെ, തിലകൻ സാറിന്റെ ഒക്കെ വലിയ അസാധ്യ പെർഫോമൻസ്. ഇനി പെട്ടെന്ന് 2-3 ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കാനുണ്ട്. യെസ് പ്ലീസ്. ജയറാമേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? എന്റെ ആദ്യത്തെ ഹീറോയിൻ ആയിട്ടുള്ള സിനിമയിലെ എന്റെ ആദ്യത്തെ നായകനാണ് ജയറാമേട്ടൻ. പക്ഷെ ഒരു പുതുമുഖ നായികയാണെന്നോ അല്ല ഇതേത് കൊച്ചുകുട്ടി വന്ന് അഭിനയിക്കുന്നു അങ്ങനെ ഒരു ടെൻഷനും എന്നെ കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ആ സെറ്റില്. സോ ഈ വേദിയിൽ വെച്ചിട്ട് ജയറാമേട്ടന്റെ അടുത്ത് ഒരു ഹായ് പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഐ എം വെരി 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 ഹാപ്പി. സോ എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ജയറാമേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചൂസ് ചെയ്ത് ജയറാമേട്ടന്റെ ലൈഫ് ആ ക്യാരക്ടറുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇനി ജയറാമേട്ടൻ ജീവിക്കാൻ പോകുന്നത് ആ ക്യാരക്ടറായിട്ടായിരിക്കും, ആ ക്യാരക്ടറിന്റെ ജീവിതത്തിലായിരിക്കും. മേ ബി ഫുൾ ജീവിതം വേണ്ട വെച്ചോ, മേ ബി ഒരാഴ്ച ആ ക്യാരക്ടറായിട്ട് ജീവിക്കണമെങ്കിൽ ഏത് ക്യാരക്ടറായിരിക്കും ചൂസ് ചെയ്യുക? അതൊരു ചോദ്യം. പിന്നെ ജയറാമേട്ടന് കടങ്കഥകൾ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം, എന്നെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു കടങ്കഥ അങ്ങോട്ട് ചോദിക്കാം. ഒരു ആന ഉറുമ്പും കഥ തന്നെ ആയിക്കോട്ടെ, ആനക്കാരനല്ലേ. ഒരു ആന ഇങ്ങനെ കാട്ടിക്കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 2 ഉറുമ്പുകള് നേരെ എതിർവശത്ത് ആനയെ ഫേസ് ചെയ്ത് ഇങ്ങനെ നടന്നു വരുവാണേ. അപ്പം ഒരു ഉറുമ്പ് പെട്ടെന്ന് പറഞ്ഞു, ഏയ് എനിക്ക് ആനയെ അറിയാലോ, ഞാൻ അവന്റെ അടുത്ത് ഹായ് പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ആനയുടെ തുമ്പിക്കൈ വഴി മുകളിലോട്ട് കയറി പോവാൻ നോക്കി. തുമ്പിക്കൈ വഴി കയറി പോവാണ്. പെട്ടെന്ന് മറ്റേ ഉറുമ്പ് ഭയങ്കര ടെൻഷൻ, അയ്യോ എന്നും പറഞ്ഞ് ഞെട്ടിപ്പിടിച്ച് ഓടി ആനയുടെ വാല് വഴി മുകളിലോട്ട് കയറാൻ തുടങ്ങി. എന്തുകൊണ്ട്? ആലോചിച്ചിട്ട് പറയണേ. 2 ചോദ്യം ചോദിച്ചു, ഒന്ന് സ്വാപ്പ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ആ കഥാപാത്രമായിട്ട് ജീവിക്കാൻ എന്ന് പറഞ്ഞല്ലേ. എൻ്റെ ആദ്യത്തെ സിനിമയും അതാണ്. വിശ്വനാഥൻ, ഉത്തമൻ, 2 കഥാപാത്രങ്ങളാണ്. അയാൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന വിശ്വനാഥൻ. മറ്റേയാൾ വളരെ ഒരു ഇതായിട്ടുള്ള ആളാണ്. ആ കഥാപാത്രത്തെ സിനിമയെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് എഴുതുന്ന ആൾക്കാർക്കുള്ള ഡൗട്ടാണ് അവസാനം അവിടെ വരുന്നത്. ആ നിഴൽ കാണിക്കുന്നത് ആരുടെയാണ് എന്നുള്ളത് പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ആ അവസാനം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ആരാണെന്നുള്ള ഡൗട്ട് പോലും തിയേറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ് ഒന്നിന് പകരം ഒരാൾ ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, വിശ്വനാഥൻ കണ്ടിട്ടില്ലാത്ത ഉത്തമൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, അയാളിൽ ഭയങ്കര ഹീറോയിസ് ഉള്ളൊരു കഥാപാത്രമാണ്. അയാൾ ഭയങ്കരമായിട്ടുള്ള ഇന്ന കാര്യം അയാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കഥാപാത്രമായിട്ട് ഒരാഴ്ച ജീവിച്ചാൽ സന്തോഷമുണ്ട്.